കലിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ്. രചന അവതരണം നന്ദു അച്ചു കൃഷ്ണ. എടി, ഒരു വട്ടം കട്ട് ചെയ്താൽ അതിന്റെ അർത്ഥം ഞാൻ ബിസിയാണെന്നാണ്. അതെനിക്കറിയാം. നല്ലോണം പുച്ഛത്തോടെ കിട്ടിയ മറുപടിയിൽ അവനും മനസ്സിലാകുന്നുണ്ടായിരുന്നു അപ്പുറത്തിരിക്കുന്നവളുടെ ഭാവം എന്തായിരിക്കുമെന്ന്. എന്നിട്ടാന്നോ നീ പിന്നെയും പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കുന്നത്? പല്ല് കടിച്ചു പിടിച്ച് അടുത്തിരിക്കുന്നവർ കേൾക്കാതെ അത്രയും മെല്ലെ പറയാൻ ശ്രമിച്ചിട്ടും അവന്റെ മുഖവും പല്ലുകൾ ഉരയുന്ന ശബ്ദവും കേട്ട് അടുത്തിരിക്കുന്ന കൂട്ടുകാരന്മാർക്ക് ഏതാണ്ടൊക്കെ കാര്യം മനസ്സിലാവുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും അർജന്റ് കോൾ ആണെങ്കിൽ വിഷ്ണു പുറത്തുപോയി അറ്റൻഡ് ചെയ്തോളൂ. എന്തായാലും നമുക്ക് ടീ ബ്രേക്കിൽ പിരിയണ്ടേ? സോ ഇപ്പൊ ഒരു 10 മിനിറ്റ് ഫ്രീ ആവാം. വിഷ്ണുവിന് നേരെ കൈ നീട്ടിക്കൊണ്ട് മുന്നിലിരിക്കുന്ന മാനേജർ പറഞ്ഞതും ആശ്വാസം പോലെ അവൻ ആ കൈയിലൊന്ന് കുലുക്കി വേഗത്തിൽ ആ കോൺഫറൻസിന്റെ ഹാളിൽ നിന്നും പുറത്തു കടന്നു. എടി പുല്ല്, ഞാനൊരു കോൺഫറൻസിലായിരുന്നു. കോൺഫറൻസ് നടയാൻ പോലും കാത്തു നിൽക്കാതെ അവനുണ്ടാക്കിയ ഒച്ചപ്പാടിൽ ഏകദേശം അകത്തിരിക്കുന്നവരെല്ലാം കേട്ടിരുന്നു അവന്റെ ശബ്ദം. സോറി. വല്ലാത്തൊരു ചമ്മലോടെ അവരെയൊക്കെ ഒന്ന് കൈപൊക്കി കാണിച്ചവൻ വേഗം കോറിഡോറിന്റെ അറ്റത്തേക്ക് വന്നു. നീ ഒരു എത്തി എനിക്ക് നാണക്കേടുണ്ടാക്കാൻ നടക്കുകയാണോ? ദേഷ്യമടങ്ങാതെ വിഷ്ണു ഒച്ചയെടുത്തിട്ടും ഇപ്പുറത്ത് നിൽക്കുന്നവൾക്ക് അതൊക്കെ തന്നെ രോമത്തിൽ പോലും തട്ടാത്ത ഭാവമായിരുന്നു. എടി, നിന്നോടാ ചോദിച്ചത്. ചേടാ, നിങ്ങൾ അവിടെ കിടന്ന് തൊള്ള തുറന്ന് പ്രശ്നമുണ്ടാക്കുന്നതിന് എന്തിനാ മനുഷ്യ എന്റെ നെഞ്ചത്തോട്ട് കയറുന്നേ? ചോദ്യം ന്യായമുള്ളതായിരുന്നെങ്കിലും അതങ്ങോട്ട് അംഗീകരിക്കാൻ മനസ്സില്ലാതെ വിഷ്ണു ഒന്നും മുരണ്ടു. ദേ, നിങ്ങൾ എന്നോട് ഇങ്ങനെ ഇടഞ്ഞു നിൽക്കാനാണ് പരിപാടിയെങ്കിൽ ഞാൻ ഫോൺ വെച്ചിട്ട് എന്റെ പണി നോക്കി പോവും. അവസാനം പെങ്ങളിരുന്ന് മൂങ്ങുമ്പോ ഞാൻ എന്തുകൊണ്ട് മുന്നേ പറഞ്ഞില്ല, നീ ഒന്ന് നേരത്തെ പറഞ്ഞില്ലല്ലോ എന്നെങ്ങാനും ചോദിച്ചോണ്ട് എന്റെ പിറകെ നിങ്ങൾ വന്നാൽ മൊച്ചിലോട്ട് അമ്മയോണം നിങ്ങളുടെ മുട്ടുകൾ ഞാൻ തല്ലി ഓടിക്കും. 100 തരം. അവന്റെ ഒച്ചപ്പാട് കേട്ട് ഭ്രാന്തി പിടിച്ചവൾ അവസാനം അവന് നേരെ ചൂടായതും വിഷ്ണു പെട്ടെന്ന് സൈലന്റായി. ആകെ തുള്ളി തെറ്റി നിൽക്കുന്ന അവൾ പറഞ്ഞതിൽ ആമ്പൽ കരയും എന്ന് മാത്രമാണ് അവന്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തത്. എന്താടി പ്രശ്നം? മാമി പുതിയ എന്തെങ്കിലും കുരുക്കുവായി ഇറങ്ങിയോ? ഇപ്പൊ തൽക്കാലം പ്രശ്നം നിങ്ങളുടെ മാമിയല്ല, ആത്മാർത്ഥ കൂട്ടുകാരനാണ്. അലസം മട്ടിലുള്ള അവളുടെ ശബ്ദം കേട്ടതും വിഷ്ണുവിന് തല പെരുക്കുന്ന പോലെ തോന്നി. എടി വേട്ടാവളിയെത്തി, എന്താ കാര്യമെന്ന് വെച്ചാൽ മനുഷ്യന് മനസ്സിലാവുന്ന പോലെ പറയടി. നീ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കാതെ മര്യാദയ്ക്ക് എന്നോട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ ഞാനും മര്യാദയ്ക്ക്. അല്ലെങ്കിൽ എന്നെ അറിയാലോ നിനക്ക്. അവളുടെ ആ ചോദ്യത്തിൽ വിഷ്ണു അടങ്ങി. ഒന്നാമത് പെണ്ണ് അങ്ങനെ ഇങ്ങനെയൊന്നും ഫോൺ ചെയ്യാറില്ല. ഇടയ്ക്ക് താൻ വല്ല സ്റ്റാറ്റസും ഇടുമ്പോൾ ചൊറയാൻ എന്തെങ്കിലും മെസ്സേജ് അയക്കുന്നതല്ലാതെ ആമ്പലിന്റെ കാര്യം വരുമ്പോൾ മാത്രമേ അവൾ ഇന്ന് വരെ വിളിച്ചിട്ടുള്ളൂ. ഇന്നിപ്പോ അത്രയും ഇമ്പോർട്ടന്റ് ആയ സോണൽ മീറ്റിംഗ് ആയതുകൊണ്ടാണ് ഫോൺ കട്ട് ചെയ്തത് പോലും. സാധാരണ ആമ്പലിന്റെ കാര്യമാണെങ്കിൽ ഫോൺ എടുത്ത് താൻ എത്ര ബഹളം ഉണ്ടാക്കിയാലും കാര്യം പറഞ്ഞു തുടങ്ങുന്നവൾ ഇന്ന് തന്നെ ഇത്രയും ഭ്രാന്ത് പിടിപ്പിക്കുന്ന കൊണ്ടാണ് പിന്നെയും പിന്നെയും വഴക്കുണ്ടാക്കാൻ പോയത്. പക്ഷെങ്കി ഇപ്പൊ അവള് പറയുന്ന കാര്യം കേട്ടപ്പോൾ ഓക്കെ, നീ പറ, എന്താ കാര്യം? സമാധാനത്തിൽ നിന്നല്ലാതെ അവളോട് സംസാരിക്കാൻ പറ്റില്ലെന്നുള്ള തോന്നൽ വന്നതും അവൻ വിൻഡോയിലേക്ക് ചാരിക്കൊണ്ട് ഫോൺ ഇടത് ചെവിയിൽ നിന്നും വലതിലേക്ക് മാറ്റി. അവള് ആ മാവിന്റെ ചുവട്ടിലെ കല്ല് ബെഞ്ചിലേക്ക് ഇരുന്നുകൊണ്ട് ആ ദിവസം നടന്ന സകല കാര്യങ്ങളും വിഷ്ണുവിനോട് എണ്ണി. ഏതോ മോളെ പ്രപ്പോസ് ചെയ്തെന്നോ? എടി, അവള് ചെറിയ കുട്ടിയല്ലേ? അമ്പരപ്പിനും അപ്പുറം അവന് ദേഷ്യമാണ് തോന്നിയത്. നിങ്ങൾ ഇങ്ങനെ പല്ല് കടിച്ചു പിടിച്ച് ദേഷ്യപ്പെടുകയൊന്നും വേണ്ട. അവർക്ക് രണ്ടുപേർക്കും പ്രേമിച്ച് ഒളിച്ചോടാനോ ഇന്നോ നാളെയോ പോയി കല്യാണം കഴിക്കാനുള്ള പ്ലാനൊന്നുമില്ല. രമ്യ, എനിക്കാകെ ഭ്രാന്ത് പിടിക്കുന്നടി. നീ ഒന്ന് ശരിക്ക് പറ, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? കൃത്യമായിട്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ എനിക്കറിയില്ല. പക്ഷെ ഒന്ന് മാത്രം അറിയാം, മനസ്സിലുള്ള ഇഷ്ടം പരസ്പരം അറിയിച്ചു എന്നല്ലാതെ ഇതിന്റെ മുന്നോടിയായി ബാക്കി എന്ത് നടക്കണമെങ്കിലും ആമ്പലിന്റെ പഠിത്തം കഴിഞ്ഞേ ഉണ്ടാവൂ. രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണെന്ന് നേരത്തെ എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രപ്പോസൽ, അത് ഞാൻ ഊഹിച്ചിരുന്നില്ല. അതെന്താ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടായത് എന്ന് ഏതൻ സാറിനോട് വിഷ്ണു ചേട്ടൻ സംസാരിക്കുമ്പോൾ പറയുമായിരിക്കും. ഞാൻ ആമ്പലിനെ സംബന്ധിച്ച് ഇത്രയും വലിയൊരു കാര്യം നടന്നത് വിഷ്ണുവേട്ടനെ അറിയിച്ചെന്നേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി, ഞാൻ പറഞ്ഞതറിഞ്ഞിട്ട് വെച്ചിട്ട് ചാടി സാറിനെ കയറി വിളിക്കാനൊന്നും നിൽക്കണ്ട. ഇന്ന് എന്തായാലും സാർ ഈ കാര്യം അശോകൻ മാമനോട് സംസാരിക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഉറപ്പായും വിഷ്ണുവേട്ടനോടും സംസാരിക്കും. പെട്ടെന്ന് കേൾക്കുമ്പോൾ എന്തെങ്കിലും എടങ്കോല് പറയാനോ അല്ലെങ്കിൽ മുഷിപ്പ് സംസാരിക്കാനോ നിൽക്കാതിരിക്കാനാണ് ഞാൻ ഈ കാര്യം നേരത്തെ വിളിച്ചു പറഞ്ഞത്. മനസ്സിലായോ? അവനെ പൂർണ്ണമായി അറിയുന്ന പോലുള്ള രമ്യയുടെ സംസാരത്തിൽ വിഷ്ണു ഒന്ന് നീട്ടിമൂളി. അപ്പോഴും കേട്ട കാര്യത്തിന്റെ അങ്കലാപ്പ് അവനിൽ നിന്ന് മാറിയില്ല. എങ്കിൽ ഞാൻ വെക്കട്ടെ? ഈ മനുഷ്യനെ കൊണ്ട്. എടോ വിഷ്ണുവേട്ടാ, താൻ ഇങ്ങനെ ഒരുമാതിരി
ഇരിക്കാതെ ഇത്രയും നല്ല അളിയനെ കിട്ടാൻ പ്രാർത്ഥിക്കടോ. അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ അപ്പച്ചിയുടെ മോനില്ലേ, അങ്ങേരാവും നിങ്ങളുടെ അളിയൻ. എന്തേ? ആ, അങ്ങനെയെങ്കിൽ പിന്നെ നീ ഉറപ്പിച്ചോ, ഞാൻ അവനെ തീർത്ത് ജയിലിൽ പോകുമെന്ന്. എന്റെ പെങ്ങളെ കെട്ടാൻ പറ്റിയ സാധനം. അത് കേട്ടതും ചെറിയൊരു പുഞ്ചിരോടെ അവള് ഫോൺ കട്ട് ചെയ്തു. എന്നാലും എന്റെ യദു, എന്റെ കൂടെ നടന്ന് എന്റെ പെങ്ങളെ തന്നെ നീ അടിച്ചോണ്ട് പോയല്ലോടാ. എന്തായാലും ഇത് പറയാൻ നീ വിളിക്കുമല്ലോ, ഒപ്പം തരാം ഞാൻ ബാക്കി. അപ്പോഴേക്കും കോൺഫറൻസ് ഹാളിൽ നിന്ന് വിഷ്ണുവിന് വിളിയെത്തിയിരുന്നു. എങ്കിൽ പിന്നെയും ഏതനെ 10 പറഞ്ഞുകൊണ്ടാണ് അവൻ അകത്തേക്ക് കയറിയത്. ബാക്കി എല്ലാവരുടെയും നോട്ടം സ്ക്രീനിലായിരുന്നെങ്കിലും ഒരുത്തി മാത്രം ഈ ടെൻഷനൊന്നും സഹിക്കാൻ വയ്യാത്ത പോലെ പൂജാമുറിയിൽ കയറിയിരിക്കുന്ന കണ്ടു. ഏതൻ ലാപ്ടോപ്പ് ആസിയുടെ മടിയിൽ വെച്ച് അവിടേക്ക് ചെന്നു. അമലു, എടി, റിസൾട്ട് അറിഞ്ഞോ? അതുവരെ കണ്ണടച്ച് നാമം ജപിച്ചുകൊണ്ടിരുന്നവൾ അവന്റെ സാമീപ്യത്തിൽ പെട്ടെന്ന് കയറി ചോദിച്ചു. എന്റെ കുഞ്ഞെ, ഓൾറെഡി റിസൾട്ട് അവര് സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു കാണും. ഇനിയിപ്പൊ നീ എന്ത് പ്രാർത്ഥിച്ചാലും അത് മാറാൻ പോകുന്നില്ല. വെറുതെ എന്തിനാ കുഞ്ഞെ ഇനിയും ഇത്രയും ടെൻഷൻ അടിക്കുന്നത്? കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ പോട്ടടി. നമ്മൾ അടുത്ത വർഷത്തേക്ക് ട്രൈ ചെയ്യും. എന്തായാലും എന്റെ കുഞ്ഞിനെ ഡോക്ടറാക്കാമെന്ന് ഞാൻ വാക്ക് തന്നതല്ലേ. എന്തേ, നിനക്കെന്നെ വിശ്വാസമില്ലേ? അരുമയോട് അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് ചോദിക്കുന്നതിന്റെ മുഖത്തെ പുഞ്ചിരി കണ്ടതും അത്രയും ടെൻഷനിലും ആമ്പലു അവനെ നോക്കി തലയാട്ടി. ഇത് കുറെ നേരമായല്ലോ സാറേ കിടന്ന് കറങ്ങുന്നു. ഒരു മര്യാദയൊക്കെ വേണ്ടേ? അതിലോട്ട് നോക്കി നോക്കി നിന്നിട്ടുണ്ടല്ലോ എന്റെ കണ്ണ് വേനിക്കുന്നു. പുല്ല്, ഞാൻ മതിയാക്കി. എന്തായാലും സാർ ഇതിങ്ങോട്ട് നോക്കിയിരിക്കുവല്ലേ, കണ്ണു മാറ്റാണ്ട് നോക്കിയിരുന്നോ. ഞങ്ങൾ പോയി ടീച്ചറമ്മയ്ക്ക് അടപ്രഥമനക്ക് നാളികേര പാല് പിഴിയാൻ സഹായിക്കട്ടെ. വാടാ ആസി. നൗഫിയുടെ തോളി തട്ടി ആസി പറഞ്ഞതും അത് കേൾക്കാനിരുന്ന പോലെ അവനും പിന്നാലെ ചാടി. അതോടെയായതും ഏതൊറ്റയ്ക്കായി. ഒരു നെടുവീർപ്പോടെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുത്തി ഇപ്പോഴും പൂജാമുറിക്കുള്ളിൽ തന്നെയാണ്. രമ്യ പിന്നെ നേരത്തെ ഏതോ ഫോൺ കോളിൽ വളരെ കാര്യമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടായിരുന്നു. ചുറ്റുപാടും ആരുമില്ലെന്ന് കണ്ടതും ഏതൻ മെല്ലെ എഴുന്നേറ്റു. പയ്യെ പമ്മി മുന്നിലേക്ക് നടന്ന് ആദ്യം തലയെത്തിച്ചു നോക്കിയത് അടുക്കളയിലേക്കാണ്. അവിടെ ആകെ ഒരു തകൃതി മേളം. പിന്നെ നോട്ടം പോയത് മുന്നിലെ വാതിലേക്കും. പുറത്തു നിൽക്കുന്നവളെ കാണാൻ വയ്യ. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ പൂജാമുറിയിലേക്ക് പോയി ഒരുവൾക്ക് എന്തെങ്കിലും പറയാൻ കഴിയും മുന്നേ തന്നെ അവളെ കയ്യിൽ കോരിയെടുത്ത് സിറ്റിയിലേക്ക് വന്നിരുന്നു. കണ്ണടച്ചു തുറന്ന സമയത്തിനുള്ളിൽ നടന്ന കാര്യമായതുകൊണ്ട് അടുത്തു വന്നിരുന്നവൾ അമ്പരന്ന് വായും തുറന്ന് നോക്കി നിൽക്കുന്നത് അല്പം ആറ്റിറ്റ്യൂഡ് നോക്കിക്കൊണ്ട് ഏതൻ പിന്നെയും ശ്രദ്ധ ലാപ്പിലേക്കാക്കി. എന്താ ഈ കാണിച്ചേ? പ്രതീക്ഷിച്ചിരുന്നതാണെങ്കിലും നുള്ളു കെട്ടിയപ്പോൾ അറിയാതെ നിലവിളിച്ചു പോയി ഏതൻ. പക്ഷെ ശബ്ദം പൂർണ്ണമായും പുറത്തേക്ക് വരും മുന്നേ തന്നെ ഒരുവൾ അവന്റെ വായ് പൊത്തിപ്പിടിച്ചിരുന്നു. ദേ അമലു, ഭാവിയിൽ എപ്പോഴെങ്കിലും ഞാൻ നിന്നെ ഡൈവോഴ്സ് ചെയ്യുകയാണെങ്കിൽ അതിന് ഒരൊറ്റ കാരണമേ കാണുള്ളൂ കേട്ടോ. ദേഷ്യത്തോടെ കയ്യും തിരുമ്മി പറയുന്നവന്റെ മുഖത്തേക്ക് പെണ്ണ് കൂർപ്പിച്ചു നോക്കി. എന്താടി ഉണ്ടാക്കണ്ണീ നോക്കുന്നത്? എന്നെ ഡൈവോഴ്സ് ചെയ്യുവോ? നീ ഈ നുള്ളു നിർത്തിയില്ലെങ്കിൽ എങ്കിൽ ഞാൻ ഇനിയും നുള്ളു. നോക്കട്ടെ എന്നെ കളയോന്ന്. ദേഷ്യത്തോടൊപ്പം പരിഭവം കൂടി കലർന്ന ഭാവം. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഇവളിൽ നിന്ന് കാണുന്നത്. അതിന്റെ ഒരു കൗതുകം നല്ലോണം ഉണ്ടായതുകൊണ്ടാവും ഏതൻ മറ്റൊന്നും ആലോചിക്കാതെ ആ ഉണ്ടക്കവളിൽ പെട്ടെന്നൊന്ന് മുത്തിമാറിയത്. ആഗ്രഹം കൊണ്ട് പെട്ടെന്ന് ചെയ്തു പോയതാണെങ്കിലും ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ഒരു ഇത് അവൻ അറിയുന്നത്. കൈകളിൽ കോരിയെടുത്തു കൊണ്ടുവന്നപ്പോൾ തന്നെ പാതി ബോധം പോയവൾ ഇതുകൂടി ആയതും ആകെ കിളി പാറിയ പോലെയായി. 1-2 നിമിഷത്തേക്ക് അവളിരിക്കുന്ന ഭാഗത്തേക്ക് നോക്കാൻ അവനപ്പോ കഴിഞ്ഞില്ല എന്ന് പറയുന്നതാവും സത്യം. അല്പം മുന്നേ അവളെ കൈകളിൽ കോരിയെടുത്തു കൊണ്ടിരുമ്പോൾ ഇല്ലാതിരുന്നൊരു ചമ്മലാണ് ഇപ്പൊ അവന് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അവളെ നോക്കാൻ കഴിയാത്ത വിധം അവൻ തന്റെ മുഖം സ്ക്രീനിലേക്ക് മാത്രം ചുരുക്കി. ആമ്പലിന്റെ ഭാവം ഏതാണ്ടൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. ആ നേരത്ത് ഭഗവാൻ അവരെ രക്ഷിച്ച പോലെ സെർവർ ഡൗൺ ആയിരുന്ന സ്ക്രീനിൽ അക്ഷരങ്ങൾ തെളിയാൻ തുടങ്ങി. അതുവരെ പകപ്പോ ചമ്മലോ കൊണ്ടൊക്കെ വല്ലാതിരുന്ന ഏതന്റെ മുഖം നിമിഷ നേരം കൊണ്ടാണ് ജാഗരൂകമായത്. അവന്റെ മുഴുവൻ ശ്രദ്ധയും സ്ക്രീനിലേക്ക് മാത്രമായെന്ന് കണ്ടതും ആമ്പലും സ്ക്രീനിലേക്ക് നോക്കി. പബ്ലിഷ് ചെയ്ത റിസൾട്ടൊക്കെ ഇപ്പൊ കാണാൻ കഴിയുന്നുണ്ട്. അതുവരെ പ്രണയം കൊണ്ട് കണ്ണും മൂടിയിരുന്നവൾ അതെല്ലാം ആവിയായി പോലെ അവന്റെ കൈകളിൽ മുറുക്കെ പിടിച്ചു. പേടിക്കല്ലേ, നമുക്ക് നോക്കാം. തന്റെ കയ്യിൽ പിടിച്ചമർത്തി വെച്ചിരിക്കുന്ന കൈവെള്ളയിലേക്ക് അവനും കൈ ചേർത്തു. ഓരോരുത്തരുടെ നമ്പറായിട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞ് ആദ്യം ആമ്പലിന്റെ നമ്പർ അടിക്കാൻ പോയതും പെണ്ണ് പെട്ടെന്ന് അവന്റെ കയ്യിൽ കയറി പിടിച്ചു. എന്താടാ? ആദ്യം അവരുടെയൊക്കെ നോക്കിയിട്ട് എന്റെ അവസാനം നോക്കിയാൽ മതി. അത് ആദ്യം മറിച്ച പിന്നെ ഇത്രയും ടെൻഷൻ വേണ്ടല്ലോ മോളെ. വേണ്ട ഹാരൻ ചേട്ടാ, അവസാനം മതി. പറയുമ്പോഴേ അവിടെ വിതുമ്പാൻ തുടങ്ങുന്നു എന്ന് കണ്ടതും അവൻ അവളെ തോളിലൂടെ ചേർത്ത് പിടിച്ചു. കരയേണ്ട, അവസാനമേ നോക്കുന്നുള്ളൂ. പെണ്ണവന്റെ തോളിൽ മുഖം ഒളിപ്പിച്ചു.
ഇനിയിപ്പോ ബാക്കി 3 കൂടി വിളിപ്പിച്ചാൽ അവരെന്താകും പറയുന്നത് അറിയാത്തതുകൊണ്ട് റിസൾട്ട് അറിഞ്ഞിട്ട് പറയാം എന്ന രീതിയിൽ ഏതൻ ആദ്യം നോക്കിയത് ആസിയുടെയാണ്. അവന് 40,000 മുകളിലാണ് റാങ്ക്. നൗഫിയും ഏകദേശം അതിനോടൊക്കെ അടുത്ത് തന്നെ. പിന്നെ നോക്കിയ രമ്യക്ക് 25,000 റാങ്ക്. അത് കഴിഞ്ഞതും അവന്റെ കൈകൾ ആമ്പലിന്റെ നമ്പറിലേക്ക് പോയി. അമലു മുഖം തോളിൽ നിന്ന് വെട്ടിച്ച് അല്പം കൂടി നെഞ്ചിലേക്കാക്കി അവളുടെ കൈവിരലുകൾ അവന്റെ കൈത്തുടയിൽ മുറുകി. അമലു! ഇത്തിരി നീട്ടിയുള്ള അടുത്ത വിളിയെത്തിയതും പൂർണ്ണമായി അവന്റെ നെഞ്ചിലായി അവളുടെ മുഖം. അവളുടെ മുഖം പിടിച്ചുയർത്തി തനിക്ക് നേരെ ആക്കാൻ വേണ്ടി അല്പം ചരിഞ്ഞതും പെണ്ണവന്റെ നെഞ്ചിലേക്ക് തന്നെ ഒളിപ്പിക്കാൻ എന്ന പോലെ അമർത്തി പിടിച്ചു. എന്നെ കൂടെ നീ ഇങ്ങനെ പേടിപ്പിക്കല്ലേ മോളെ. ദേ ബാക്കി 3 പേരുടെയും ഞാൻ നോക്കി. അവരുടെ റിസൾട്ട് അറിയണ്ടേ നിനക്ക്? വേണ്ടെന്ന പോലെ തല നെഞ്ചിലിട്ട് ഉരുട്ടുന്നത് കണ്ടുകൊണ്ടാണ് രമ്യ അകത്തേക്ക് കയറുന്നത്. ആദ്യം അത് അവരുടെ സ്വകാര്യ നിമിഷങ്ങളാണോ എന്ന് ഭയന്നവൾക്ക് ഏതന്റെ മുഖത്തൊന്ന് നോക്കേണ്ടി വന്നതേ ഉള്ളൂ കാര്യം മനസ്സിലാവാൻ. അടുത്തേക്ക് വരുന്ന രമ്യയെ കണ്ടതും അവനും ആശ്വാസമായി. പുരികമുയർത്തി എന്താണെന്ന് കാര്യം തിരക്കിയവളോട് ചുണ്ടുകൊണ്ട് ആംഗ്യം കാണിച്ചതും രമ്യ വന്ന് ആമ്പലിനരികിലേക്കിരുന്നു. എന്റെ പൊന്നാമ്പലു, നീ ഇനി എത്ര പേടിച്ചാലും റിസൾട്ട് മാറാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് നീ ഞെക്കിപ്പൊട്ടിച്ച മനുഷ്യനെ തീർക്കാതെ റിസൾട്ട് നോക്കാൻ സമ്മതിക്കടി. കളിയാക്കി പറഞ്ഞു രമ്യ അവളുടെ തോളിൽ തൊട്ടതും ആമ്പല് പെട്ടെന്ന് തിരിഞ്ഞ് അവളുടെ തോളിൽ മുഖം പൊത്തി. ബെസ്റ്റ്. ഈ നേരം വരെ തന്റെ നെഞ്ചിൽ പൊതിഞ്ഞിരുന്നവളുടെ പെട്ടെന്നുള്ള അകൽച്ച ഏതനത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് മനസ്സിലായ പോലെ രമ്യയുടെ ചുണ്ടിൽ ഒരു ചിരിയുണ്ടായിരുന്നു. പക്ഷെ ആ നേരം അവളുടെ കളിയാക്കലിനും മറുപടി കൊടുക്കാൻ സമയമില്ലാത്ത പോലെ ഏതൻ ആമ്പലിന്റെ നമ്പർ അടിച്ചു കൊടുത്തതും സെർവർ പിന്നെയും ഡൗൺ ആയി. ശോ, നെറ്റ് പിന്നെയും പോയല്ലോ. അവർ പറയുന്നത് കേട്ടതും ആമ്പൽ പെട്ടെന്ന് മുഖമുയർത്തി അവനെ നോക്കി. സമാധാനമായല്ലോ. ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ലവന്. അപ്പോഴേക്കും അകത്തെ പോയവന്മാർക്കൊപ്പം ടീച്ചർ മാഷും പുറത്തേക്ക് വന്നു. റിസൾട്ട് അറിഞ്ഞോ എന്ന് ചോദിച്ച് ഓടി വരുന്നവരോട് രമ്യയാണ് റാങ്ക് വിവരം പറഞ്ഞത്. ശോ, ഈ സാറിന്റെ ഒരു കാര്യം. ആദ്യം ഈ പൊട്ടിക്കാളിയുടെ വേണ്ടായിരുന്നോ നോക്കാൻ? അങ്ങനെയായിരുന്നെങ്കിൽ ഈ ടെൻഷൻ ഇങ്ങനെ അടിക്കണമായിരുന്നോ? അത് കണ്ടതും ഏതന്റെ നോട്ടം പോയത് അവനെ നോക്കാതെ കുനിഞ്ഞിരിക്കുന്നവളാണ്. പിന്നെയും കുറെ നേരം എടുത്തു സൈറ്റ് കിട്ടാൻ. അത് കിട്ടിയെന്ന് കണ്ടതും ഏതൻ ഓടിപ്പോയി ആമ്പലിന്റെ നമ്പർ ടൈപ്പ് ചെയ്തു. ഒരേ ആകാംക്ഷയോടെയും ടെൻഷനും ഇടയിൽ സ്ക്രീനിലേക്ക് നോക്കി നിന്നവരുടെ മുന്നിലേക്ക് അവളുടെ റിസൾട്ട് തെളിഞ്ഞു വന്നു. ആമ്പൽ അശോകൻ, റാങ്ക് 5132. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്ത എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.